ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 3 തരം അപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പം, കറുപ്പട്ടിയപ്പം, വെള്ളയപ്പത്തിൻ്റെ കൂടെ പാലും പഞ്ചസാരയും ചേർത്ത 3 തരം അപ്പം. അതിന് തലേ ദിവസം രാവിലെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ അരിയും അതിൻ്റെ കൂടെ 1 കപ്പ് ചോറ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അപ്പത്തിന് മാവ് ആട്ടിയെടുത്ത് വയ്ക്കണം. ഇതിൽ നിന്ന് സകലം മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. കറുപ്പട്ടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ 1 നുള്ളു ഉപ്പിട്ടാൽ മതി. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടണം നമുക്ക്. ഈ മാവ് നമുക്ക് അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് വെള്ളയപ്പം ഉണ്ടാക്കാം. ഇതാണ്ട നമുക്ക് നല്ല സോഫ്റ്റായ വെള്ളയപ്പം കിട്ടി. ഇതിൻ്റെ കൂടെ മുട്ടക്കറി, ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. വേറൊരു തരം അപ്പം ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ പശുവിൻ്റെ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ, 2 ഏലക്കയും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു അപ്പമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന ആ അപ്പത്തിൻ്റെ മാവ്, അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ, 3 ഏലക്ക, 25 ഗ്രാം കറുപ്പട്ടി കൂടെ നമുക്ക് എടുക്കാം. ഈ തേങ്ങയും ഏലക്കയും മിക്സിയിലിട്ട് അരച്ച് തേങ്ങാപ്പാൽ എടുക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള മാവ് ചേർക്കാം കറുപ്പട്ടി അപ്പം ഉണ്ടാക്കാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് കറുപ്പട്ടി കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ നമുക്ക് ചേർക്കണം. ഇതാണ് നമ്മുടെ കറുപ്പട്ടിയപ്പം. അപ്പച്ചട്ടിയിൽ നമുക്ക് ഒഴിച്ച് കറുപ്പട്ടിയപ്പം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ കറുപ്പട്ടിയപ്പം. 3 തരം അപ്പം റെഡിയായി. ഒരേ അപ്പത്തിൻ്റെ മാവിൽ തന്നെയാണ് നമ്മൾ 3 തരം അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.